കൊലപാതകങ്ങളടക്കമുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിന് പിന്നിൽ അടിയൊഴുക്കായി പ്രവർത്തിക്കുന്നത് ലഹരിയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. മറ്റു പ്രശ്നങ്ങളുണ്ടെങ്കിലും ക്രൂരമായ കൊലപാതകങ്ങൾക്ക് പ്രധാന കാരണം ലഹരിയാണ്. 2 മാസത്തിനിടെ സംസ്ഥാനത്ത് 65 കൊലപാതകങ്ങൾ ഉണ്ടായതിൽ 55 എണ്ണത്തിന്റെയും കാരണങ്ങളിൽ ലഹരി ഉപയോഗമുള്ളതായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാനത്ത് ലഹരി കേസുകളും കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുകയാണ്. പ്രശ്നം പരിഹരിക്കാൻ വിവിധ വകുപ്പുകളുടെ ഏകോപനം വേണമെന്നാണ് പോലീസിന്റെ ആവശ്യം. എന്നാൽ അതേസമയം പോലീസിന്റെ മറ്റൊരു ഇരട്ടത്താപ്പ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കട്ടെ. മറ്റൊന്നുമല്ല, തുടർക്കഥയാകുന്ന ലഹരി കേസുകളിലെ തൊണ്ടി മുതൽ തിരിമറകളെ പറ്റി തന്നെയാണത്. തിരുവനന്തപുരം കടക്കൂട്ടത്ത് നിന്നും 6 വർഷം മുമ്പ് പോലീസ് പിടിച്ച LSD സ്റ്റാമ്പുകൾ കാണാതായതിനാൽ ഇതുവരെ കേസിന്റെ വിചാരണ പോലും തുടങ്ങിയില്ല. ജാമ്യത്തിലിറങ്ങിയ പ്രതി വിചാരണ വേഗത്തിലാക്കണമെന്ന ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് കോടതിക്കും സംശയം തോന്നിയത്. അട്ടിമറി നടത്തിയത് പോലീസാണോ കോടതി ജീവനക്കാരാണോ എന്ന് കണ്ടെത്താനുമായിട്ടില്ല. ലഹരി കേസ് പ്രതിയെ രക്ഷിക്കാനായി തൊണ്ടി മുതലായ അടിവസ്ത്രം വെട്ടിമാറ്റി പണ്ടൊരു തിരിമറി നടന്നിരുന്നു. എന്നാൽ കടക്കൂട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു ലഹരി കേസിലെ പ്രധാന തെളിവായ ലഹരി വസ്തുക്കൾ തന്നെ ഇന്ന് കാണാനില്ല. 2018 ഏപ്രിൽ 17-നാണ് കടക്കൂട്ടം വെട്ടുറോഡ് സിഗ്നലിൽ വെച്ച ലഹരി വസ്തുക്കളുമായിട്ടാണ് മുഹമ്മദ് മുറാജുദ്ദീനെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊമേഴ്സ്യൽ അളവിൽ LSD സ്റ്റാമ്പും ഹാഷിഷ് ഓയിലുമാണ് പ്രതിയിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തത്. തെളിവ് നിരത്തി പ്രോസിക്യൂഷന് മുന്നിൽ വാദിച്ചാൽ പ്രതിക്ക് 20 വർഷം വരെ തടവ് ശിക്ഷ ഉറപ്പ്. കടക്കൂട്ടം പോലീസ് പിടിച്ചെടുത്ത തൊണ്ടി മുതലുകൾ കോടതിയിലേക്ക് ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചു. കോടതി നിർദ്ദേശപ്രകാരം ലാബിലേക്ക് ഒരു പോലീസുകാരൻ കൊണ്ടുപോയി. ഇതിനിടെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. പ്രതി ജാമ്യത്തിലും ഇറങ്ങി. അപ്പോഴാണ് അതാ നാടകീയമായ നീക്കം നടക്കുന്നത്. ലഹരി കേസ് വേഗത്തിൽ തീർപ്പാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിയുടെ അപേക്ഷയിൽ ഹൈക്കോടതി അനുകൂല ഉത്തരവിട്ടു. 2023 ജനുവരി 24-ന് കോടതി കേസ് പരിഗണനയ്ക്കെടുത്തു. തൊണ്ടി മുതലുകൾ പരിശോധനയ്ക്കെടുത്ത കോടതിയും ഞെട്ടി. ശാസ്ത്രീയ പരിശോധനയ്ക്കയച്ച ലഹരി വസ്തുക്കളുടെ പരിശോധനാ ഫലമോ തുണ്ടിയോ കോടതിയിലില്ല. കോടതിയിൽ നിന്നും ലാബിലേക്ക് പോലീസ് പരിശോധനയ്ക്ക് കൊണ്ടുപോയതിന് തെളിവുണ്ടെന്ന് കോടതി ജീവനക്കാർ പറയുന്നു. ഫോറൻസിക് ലാബിൽ പരിശോധനാ സംവിധാനം ഇല്ലാത്തതിനാൽ കെമിക്കൽ ലാബിലേക്ക് കൊണ്ടുപോയെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ എല്ലാം കോടതിക്ക് നൽകിയെന്നും പോലീസ് വാദിക്കുന്നു. സംഭവം നടന്നിട്ട് 2 വർഷം പിന്നിടുന്നു. ഹൈക്കോടതി നിർദ്ദേശം ഉണ്ടായിട്ട് പോലും തൊണ്ടി ഇല്ലാത്തതിനാൽ വിചാരണ നടക്കുന്നില്ല. തൊണ്ടി മുക്കിയതിൽ ഉത്തരവാദി ആരെന്ന് പോലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. വിചാരണ നടക്കാത്തതിനാൽ ലഹരി കേസിലെ പ്രതി ഈസിയായി പുറത്തു നടക്കുന്നു. ലഹരി കേസിൽ പിടിക്കുന്ന പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്നതിൽ അന്വേഷണ ഏജൻസിക്കുള്ള വീഴ്ചയുടെയും ഒത്തുകളികളുടെയും മറ്റു ഉദാഹരണമാണ് ഈ കേസ്. അറസ്റ്റുകൾ കൊട്ടിയാഘോഷിക്കുന്ന ഏജൻസികൾ പക്ഷേ തുടർ നടപടിയിൽ പലപ്പോഴും നടത്തുന്നത് ഒളിച്ചുകളിയാണ്.